ഹലോ നമസ്കാരം. ഞാൻ വന്നതേ ഫൂജി ഫിലിമിൻ്റെ XM5 എന്ന് പറയുന്ന ക്യാമറയെ പറ്റി പറയാനാണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി. 1 വീക്ക് ആയിട്ടുണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ള ഐ ലവ് ദിസ് ക്യാമറ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ മേടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഫൂജി ഫിലിമിൻ്റെ X100V എന്ന് പറയുന്ന ക്യാമറ ഞാനിവിടെ ഇതിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ റിവ്യൂ എന്ന് പറയൂല, ബിക്കോസ് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ ഫോട്ടോഗ്രാഫി അറിയാവുന്ന ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, അറിയാവുന്ന പണിക്ക് പോയാ പോരേടെ, നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയാവോടെ, ക്യാമറ പിടിക്കാൻ അറിയാവോടെ ഒക്കെ പറഞ്ഞു വരും. അണ്ണാ ഇത് വാങ്ങിച്ചത് മറ്റേ ഫോട്ടോ എടുക്കാനാണ് കേട്ടോ അണ്ണാ. അപ്പോൾ ഞാൻ വലിയ ഫോട്ടോഗ്രാഫറൊന്നുമല്ല. എനിക്ക് നമ്മൾ പാവപ്പെട്ട അണ്ണ ആൾക്കാരെയൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ പോർട്രേറ്റ് എടുത്താടാന്ന് പറയുമ്പം അത്യാവശ്യം വെടിപ്പോയുള്ളൊരു ഫോട്ടോ എടുക്കാനും പിന്നെ നമ്മൾ അത്യാവശ്യമൊക്കെ ട്രാവലൊക്കെ ചെയ്യാം. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോകുമ്പം എനിക്ക് മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാനും വേണ്ടിയാണ് ഞാൻ അത് മേടിച്ചത്. അല്ലാതെ ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. നിങ്ങളാരും വന്നിട്ട് നിനക്ക് കോമ്പോസിഷനെ പറ്റി അറിയാവോടാ, നിനക്ക് മെഗാ പിക്സൽ അറിയാവോടാ എന്നൊന്നും പറയരുത്. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, ഒരു പാവം ഒരു ടെക് യൂട്യൂബറാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു സോണി ക്യാമറയിലാണ്. അപ്പോൾ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ അറിയാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ, ഭയങ്കര എക്സ്പെർട്ടൊന്നും ഞാൻ പറയൂല. അപ്പോൾ എന്തിനാണെങ്കിലും ഈ സാധനം ഞാൻ മേടിച്ചത് പ്യുവർലി ഫോർ ഫോട്ടോഗ്രാഫിയാണ്. അതുകൊണ്ട് ഞാൻ ബോഡി മാത്രമാണ് മേടിച്ചത്. ഇതിൻ്റെ ഒരു കിറ്റ് ഉണ്ട്, 15 to 45 mm OIS, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് വരുന്ന ലെൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കിറ്റ് ലെൻസ് അത് നമ്മുടെ നാട്ടിൽ 85,000 രൂപ എന്തോ ആണ്. പക്ഷേ ഞാനൊരു അബദ്ധം കാണിച്ച് ഞാനത് എടുത്തില്ല. ഞാൻ ജസ്റ്റ് ബോഡി മാത്രം എടുത്തിട്ട് ഒരു 23 mm ഒരു ഫൂജി ഫിലിമിൻ്റെ തന്നെ ഒരു 23 mm ഞാൻ മേടിച്ച്. F2 ആണിത് അപ്പർച്ചർ ഓപ്പണിങ്. അതേപോലെ നമ്മളെ TT ആർട്ടിസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 35 mm f1.8 ഞാൻ മേടിച്ചു. ഈ 35 mm എന്ന് പറയുമ്പം ഇത് APS-C ലെൻസാണ്, ക്രോപ്ഡ് സെൻസറാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 35 mm ഈ ലെൻസ് ഇതിലിടുമ്പോൾ ഇത് 50 mm ആയി മാറും. അത് വെച്ചിട്ട് നിങ്ങൾ 23 mm ഇതിലിടുമ്പം 35 ആയി മാറും. ഓക്കെ, ഈ നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറയിലാണ് ഇപ്പോൾ 35 ഇട്ട് കഴിഞ്ഞാൽ 35 തന്നെ കിട്ടും. ഈ ഒരു ക്രോപ്പ് ഒന്നും ഇല്ലാതെ പക്ക. അതാണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഫുൾ ഫ്രെയിം ക്യാമറയിൽ 24 mm ലെൻസാണ് ഇട്ടേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഫുൾ ഫ്രെയിം ആയതുകൊണ്ട് എല്ലാം കിട്ടും. അതായത് ആ ഒരു ഗ്ലാസ്, ആ ഒരു ലെൻസിൻ്റെ ഒരു പക്ക ഇതിൽ കിട്ടും, ക്രോപ്പ് ആവില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ അതല്ല, ക്രോപ്ഡ് സെൻസറാണ് APS-C. എല്ലാം പറഞ്ഞ പോലെ അത് ഫുൾ ഫ്രെയിമാണ്, 24 mm ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും, അങ്ങനെ കാണാൻ പറ്റും. ഇത് കണ്ട 23 mm ലെൻസാണ് ഇതായി കാണുന്നത് നിങ്ങൾ. ഫൂജി ഫിലിം XM5 ഫുട്ടേജാണ്. അത് ഞാൻ ഡിസ്റ്റൻസ് ഒന്നും മാറ്റിയിട്ടില്ല. സെയിം കസേര, ട്രൈപോഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. പക്ഷേ കണ്ടില്ലേ, ക്രോപ്പ് ചെയ്തണ്ട ഇത്രയ്ക്കും ക്രോപ്പാവും. അതായത് 23 നമ്മൾ APS-C സെൻസർ ഇടുമ്പം അത് 35 mm ഡിസ്റ്റൻസിലോട്ട് വരും. അതാണ്, അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, വേറെ ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ശരി എന്നാൽ. അതേപോലെ 26.1 MP സെൻസറാണ് വരുന്നത്. അതേപോലെ ഫൂജി ഫിലിമിൻ്റെ X പ്രോസസ്സർ 5 ആണ് ഇവർ യൂസ് ചെയ്തത്. അതായത് ലേറ്റസ്റ്റ് പ്രോസസ്സർ, അതായത് പ്രോസസ്സിങ് സ്പീഡ് ഏറ്റവും ലേറ്റസ്റ്റാണ് അതിൽ കൊടുത്തേക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു ക്യാമറയെ മികവായിട്ട് മാറ്റുന്നത്. ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി ആയിരിക്കും. അതേപോലെ ഇതില്ല കേട്ടോ, മറ്റേ എന്തൊരു ഇൻ ബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ല. IBIS എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ അകത്തില്ല. അത് മറ്റേലുണ്ട്, പുതിയ X106 IBIS വരുന്നുണ്ട്. അതിൽ മെഗാ പിക്സലും കൂട്ടിയാൽ 40 മെഗാ പിക്സലാക്കി. പണ്ട് 26 ആ സെയിം മെഗാ പിക്സൽ സെൻസറാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പിന്നെ CMOS ആണ്, അതായത് സോണിയാണ് സെൻസർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തേ. സോണിയുടെ സെൻസറാണ് ഇരിക്കുന്നത്, പക്ഷേ കളർ ടോൺ ബൈ ഫൂജി ഫിലിം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പ് മേടിച്ചിട്ടുണ്ട്. എന്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ക്യാമറയാണ്. ഇങ്ങനൊരു സ്ട്രാപ്പ് പിടിച്ചില്ലെങ്കിൽ ഷുവർ ഷോർട്ടായിട്ട് ഈ സാധനം തറയി വീഴും. ഞാൻ കാര്യമായിട്ടും വേണം. പിന്നെ പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനം ഭയങ്കര രസമാണ്. നമുക്കൊരു ക്ലാസിക് വിൻറ്റേജ് ക്യാമറ ഫീൽ തരുന്നുണ്ട്. മോളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബട്ടൺസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഫിലിം സിമുലേഷൻസ് മാറ്റാനുള്ളൊരു ഡയൽ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പല അത് ഭയങ്കര രസമാണ്. ആ ഫിൽറ്ററിട്ട് കളിക്കുക എന്ന് പറയുന്നത് വളരെ രസമാണ്.
ഇറ്റ് ഈസ് സൂപ്പർ ഫൺ ഗൈസ്. ഞാനിത് മെയിനായിട്ട് മേടിച്ചത് അതിനാണ്. ഇത് ഒരു ഫോർമാറ്റിൽ എടുക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങളൊരു JPEG വെച്ചിട്ട് ഇതിൻ്റെ ഈ കളർ സിമുലേഷനൊക്കെ ഇട്ട് റെസിപ്പീസൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂജി എക്സ് വീക്ക്ലി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അതിൽ ഇഷ്ടം പോലെ ഈ ഫൂജി ഫിലിമിൻ്റെ ഈ ഒരു സിമുലേഷൻസ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ടോൺസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ തന്നെ ചെയ്ത് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് ഫൂജി ഫിലിമിൻ്റെ എക്സ് ആപ്പ് വഴി ഫോണിലോട്ട് കയറ്റി ഇൻസ്റ്റാഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റി ഇമേജ്. അതേപോലെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇൻ ബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് OIS വരുന്ന ലെൻസുകൾ എടുക്കുക. OIS വരുന്ന ലെൻസുകൾ വളരെ കുറവാണ്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഫൂജി ഫിലിമിന് എക്സ് മൗണ്ട് ലെൻസാണ് വരുന്നത്. യൂഷ്വലി വളരെ കുറവാണ്. ആകെപ്പാടെ TT ആർട്ടിസൺ, പിന്നെ വോൾട്രോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. അതേപോലെ വോൾട്രോക്സിൻ്റെ ലെൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. കിട്ടുന്ന സാധനമാണ് f1.4 f1.7 ഒക്കെ കിട്ടും. പക്ഷേ ഹെവി ലെൻസാണ്. TT ആർട്ടിസൺ കിഡിലാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഇസ് സോ ഗുഡ് ഫോർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഓർ ഈവൻ ടേക്കിംഗ് പോർട്രേറ്റ് ഷോട്ട്സ്. ദിസ് ഇസ് ടു ഗുഡ്. അതേപോലെ ഞാൻ വളരെ വിഷമത്തിലാണ്. ഈ TT ആർട്ടിസൺ എന്ന് പറഞ്ഞ കുരങ്ങന്മാർ f1.4 ഇറക്കി. ഇത് f1.8 ആണ്. f1.4 35mm ഇറക്കിയുടെ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ. ഇന്നോ ചെറ്റത്തോരോടാ കാണിച്ചത്. ചൈനീസ് ബ്രാൻഡാണ് കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട്ടി പറഞ്ഞ ക്യാപ്പില്ലേ, അതിലൊരു Type-C ചാർജറുണ്ട്, ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിലോട്ട് കുത്തിയിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ. അവർ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം അതെടുത്ത് കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സാധനം കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോൾഡർ വരും. ആ ഒരു സാധനം എടുത്തിട്ട് bin ഫോർമാറ്റിലുള്ള സാധനം അതെടുത്ത് ഇതിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഫേം വെയർ അപ്ഡേറ്റ് ആയി. കിഡിലൻ ലെൻസ്. അതേപോലെ ഈ ലെൻസും ഗംഭീരമാണ്. അത്യാവശ്യം കുറച്ചും കൂടി ഒരു വൈഡായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഫൂജി ഫിലിമിൻ്റെ തന്നെ f2 സ്റ്റോപ്പ് വരുന്ന ഒരു കിഡിലൻ ലെൻസാണിത്. നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു ലെൻസിൽ നിന്ന് വരുന്ന ഫോട്ടോസൊക്കെ. സോ നൈസ്. ഞാൻ പറയില്ല, വീഡിയോ എടുക്കാൻ ഇറ്റ് ഈസ് ഗുഡ്. യു ഹാവ് 6K ഓപ്പൺ ഗേറ്റ് എന്ന് പറയും. അതായത് കുറച്ച് നല്ല ഒരു വൈഡായിട്ടുള്ള ഒരു ഫുൾ ഫോർമാറ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. അതിൻ്റെ 6K റെസൊല്യൂഷൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. 4K റെസൊല്യൂഷൻ എടുക്കാം. 4K 30 FPS ഒക്കെ ഉണ്ട്. FHD ഉണ്ട്. വീഡിയോ എടുക്കാൻ കൊള്ളാം. പക്ഷേ പ്രൊവൈഡഡ് വ്ളോഗ് എടുക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് ഇത് തിങ് മറ്റേ OIS അല്ലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗ് ഉള്ള ലെൻസ് മേടിക്കുക. അല്ലെങ്കിൽ അമ്മമാർ തരണ കിറ്റ് ലെൻസ് അത് മതി. വ്ളോഗ് ചെയ്യാൻ അത് ധാരാളം. പക്ഷേ നിങ്ങൾക്ക് എവിടെ ഇതുപോലെയൊക്കെ വെച്ചെടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു 23mm ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നല്ല ടോണൊക്കെ സെറ്റ് ചെയ്തിട്ട് പടാന്ന് എടുക്കാം. ഓട്ടോ ഫോക്കസിൻ്റെ കേസ് പറയാനാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി തന്നെയാണ്. ഫേസ് ഡിറ്റക്ഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഐ ഡിറ്റക്ഷനും കൂടെ ഇതിൽ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫോക്കസിങ്ങും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. എന്താണെങ്കിലും I love this camera. I just absolutely love this camera. This is one of the best purchases I have ever made. എനിക്കത് എങ്ങനെ അത് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം നമുക്കറിയാം Vivo X100 Pro നമുക്ക് വരുന്നുണ്ട്, Xiaomi 15 Ultra വരുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ സെൻസറും ഇതിൻ്റെ സെൻസറിൻ്റെ വലിപ്പം രണ്ടും രണ്ടാണ്. അത് ഹെവിലി ഇമേജ് പ്രോസസ്സിങ്ങിലാണ് റിലേ ചെയ്യുന്നത്. പക്ഷേ ഇതിലതല്ല. ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ മാനുവലിട്ട് ISO കൂട്ടണോ കുറയ്ക്കണോ അത് നമ്മളുടെ ഇഷ്ടമാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മൾ എന്ത് കണ്ടോ അതാണ് വരുന്നത്. യാതൊരു രീതിയിലുള്ള പ്രോസസ്സിങ്, അമിതമായ പ്രോസസ്സിങ് അവിടെ നടക്കില്ല. മനസ്സിലായ? മറ്റെവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI പ്രോസസ്സിങ്, അതായത് മനുഷ്യനെയാണ് എടുക്കണമെന്ന് നോക്കും. ഫുഡ് എടുക്കുകയാണെങ്കിൽ ഫുഡ് എടുക്കണമെന്ന് അത് നോക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റേതായ തോന്നിയാസത്തിൽ അത് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതല്ല ഒരു പക്ക ക്യാമറ എന്ന് പറയുന്ന സാധനത്തിൽ വരുന്നത്. ഓൾസോ ഒരു വലിയ വില കൂടിയ ക്യാമറ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളാരും ഒരു ഫോട്ടോഗ്രാഫറും ആവത്തില്ല. അതിന് നമുക്ക് ഡെഫിനറ്റ്ലി കോമ്പോസിഷൻസ് അറിയണം. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പല പെർസ്പെക്റ്റീവ്സിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിൽ ഫോട്ടോ എടുക്കാനായിട്ടുള്ള അതിന് ടാലൻ്റ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി അറിയാമെന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ അറിയാമല്ലേ? നിങ്ങൾക്ക് പോയിൻ്റ് ആൻഡ് ഷൂട്ട്. നമ്മൾ ചോദിക്കും, നന്നായി എടുക്കുന്ന ആൾക്കാർ വേറെ ലെവലിൽ ഫോട്ടോ എടുക്കും, വേറെ ലെവലിൽ ചിന്തിക്കും. അവർ ചിന്തിക്കുന്ന ആംഗിൾസും അതൊക്കെ വേറെ ലെവലാണ്. എൻ്റെ ബ്രദർ ഫോർ എക്സാമ്പിൾ, പുള്ളി
ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോയും പുള്ളി അവിടെ ഒരു പോയിന്റിൽ നിന്നിട്ട് 10 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 10ഉം നമ്മളിങ്ങനെ എന്ന് ചോദിച്ചു കിടക്കട്ടെ എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല എന്ന് ആലോചിക്കുക. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അതാണ് എൻ്റെ ഡിഫറൻസ്, എൻ്റെ ജോലി ഇതാണ്. സോ യാ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദാറ്റ്. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോണിയുടെ ZV-E10 ആണ്. ഓക്കെ, ZV-E10 വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ബാറ്ററി ലൈഫ് പോരാ. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞത് ചെറിയൊരു ബാറ്ററിയാണ്, ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ. ഇതാണ് സാധനം. ക്യാമറയെ പറ്റി 2 കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി കിട്ടും, ആ പെട്ടിയിനകത്ത് ബാറ്ററി കിട്ടും, ചാർജറൊന്നും കിട്ടൂല. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണ പോലെ ചുമ്മാ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുക. അതേപോലെ 2 ബാറ്ററി അഡീഷണൽ മേടിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാലും ബാറ്ററി ലൈഫ് അത്ര പോരാ. രണ്ടാമത്തെ കാര്യം, മെമ്മറി കാർഡ് UHS 1 ആണ് സപ്പോർട്ട് ചെയ്യണം, UHS 2 സപ്പോർട്ട് ഇല്ല. അതായത് കുറച്ചും കൂടെ റീഡ് റൈറ്റ് സ്പീഡൊക്കെ ഉള്ള ഫാസ്റ്ററായിട്ടുള്ള മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യൂല. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും മറന്നുപോയാടെ, സ്ട്രാപ്പ് അത്യാവശ്യമായിട്ട് മാറ്റിടുക. പിന്നെ അവർ ഒരു കഴുത്തി ഇടുന്ന സ്ട്രാപ്പ് പെട്ടിയിനകത്തുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ യാ, അവിടെയാണ് ഈ സോണിയുടെ ZV-E10 വീഡിയോ എടുക്കാൻ ഗംഭീരമെന്ന് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ബാറ്ററി ലൈഫ് കൂടുതലാണ്, ഓട്ടോ ഫോക്കസ് ബെറ്ററാണ്, മൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് ലെൻസ് വെറൈറ്റി നമുക്ക് കിട്ടും ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട്. അതൊക്കെയാണ് സോണി ആയിട്ട് മാറി. ഇതിൻ്റെ നമുക്ക് ലെൻസ് കുറവാണ്, മറ്റേ നമ്മൾ ഈ പറയുന്ന പ്രൈം ലെൻസിൽ തന്നെ OIS വരുന്നില്ല. പിന്നെ ബാറ്ററി ലൈഫ് അതിൽ കൂടുതലാണ്. ഇതിൽ ഞാൻ പറഞ്ഞേ ഹീറ്റിംഗ് ആകും കേട്ടോ. നല്ല രീതി ഒരുപാട് ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹീറ്റപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിന് വേണ്ടി ഒരു ഫാനുണ്ട്. ഈ ഫൂജിയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ കാണാം. അത് നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. ആ സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു 10-45 മിനിറ്റ് വരെയൊക്കെ ഈ സാധനം നിൽക്കും. അതല്ലാതെ തന്നെ നമ്മളൊരു പവർ ബാങ്ക് വെച്ചിട്ട് നമ്മൾ ദാണ്ട് ഇവിടെ Type-C ഇതുണ്ട്, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും. പവർ ബാങ്ക് വെച്ച് കണ്ടിന്യൂസ് എത്ര വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. മൈക്ക് കുത്താനുള്ള സ്ഥലം ഇതാണ്. ഇവിടെയാണ് ഫാൻ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അതേപോലെ ഇതൊക്കെയാണ് പോർട്ട്. Type-Cയും ഒരു മൈക്രോ HDMI കേബിളുമാണ് പറഞ്ഞത്. പിന്നെ സെറ്റ് കുത്താനുള്ള സ്ഥലം. സോ അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ പറയാം, നമുക്ക് ഡയലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി കിടിലം സാധനം. പക്ഷേ ഒരു ഡ്രോബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ 2 സാധനം കൊണ്ട് സൈസ് കുറവായതുകൊണ്ട് ആക്സിഡൻ്റൽ ടച്ചസ് വരാം. ഈ ഒരു സാധനത്തിൽ ഒരുപാട് ടച്ച് ചെയ്യാവുന്ന സാധനം വരാം. ഈ ബട്ടൺ ഇവിടെയാണ് വരണത്, വളരെ ചെറുതാണ്, നമുക്ക് തൊടാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇതിനെ മാറ്റി ഇങ്ങോട്ട് തട്ടാം, ഈ ക്യൂവിനെ ഇങ്ങോട്ട് തട്ടാൻ പറ്റും, ഈ ബട്ടണിലോട്ട് തട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. സോ ലൈക്ക് ഐ സെഡ്, ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഇൻ ഫ്യൂച്ചർ ഐ മൈറ്റ് ഗിവ് എ പ്രോപ്പർ റിവ്യൂ അബൌട്ട് ദിസ് ക്യാമറ. പിന്നെ പ്രോപ്പർ ഫോട്ടോഗ്രാഫി റിവ്യൂ മറ്റേ എൻ്റെ ബ്രദറിൻ്റെ ചാനലിൽ വരും. ഞാൻ നാട്ടിൽ പോകുമ്പോൾ പുള്ളിയെ കൊണ്ട് ഞാൻ അടിച്ച് എണീപ്പിച്ച് ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കാണിപ്പിച്ചില്ല. അതാകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെച്ച് എന്തൊക്കെ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ അല്ലേ അത്ര. ഇത് ഞാൻ ഒരു സാധാരണക്കാരനാണ്, എനിക്ക് എൻ്റേതായ ലിമിറ്റേഷനിൽ ഇത് പറ്റില്ല. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്ലാഷൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഫ്ലാഷ് നല്ല രസമുള്ള ഒരു ലുട്ടാപ്പി ക്യാമറയുടെ. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ഐറ്റം. പിന്നെ ഇതില്ല, ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് വ്യൂ ഫൈൻഡർ ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് TT ആർട്ടിസ്റ്റിൻ്റെ തന്നെ വ്യൂ ഫൈൻഡർ മേടിക്കാൻ പറ്റും, അതെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഫൈൻഡറിൻ്റെ ചെയ്യാൻ പറ്റും. ശരിയാണ്, ബ്രൈറ്റ്നസ് വെച്ചാൽ നമ്മൾ ഈ നട്ടുച്ചയ്ക്കൊക്കെ പോയിരുന്ന ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഭയങ്കര പാടാണ് ഇത് വെച്ചിട്ട് പരിപാടി നടത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഏത് പ്രോഡക്റ്റിനാണല്ലേ പ്രശ്നമില്ലാത്തത്, അതാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ എന്തിനാണെങ്കിലും ഇങ്ങനത്തെ ഒരു വള്ളി വാങ്ങിച്ച് വെച്ചോ മക്കളെ, ഇല്ലെങ്കിൽ ഈ സാധനം കയ്യിൽ നിന്ന് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണെങ്കിലും അടിപൊളി ക്യാമറ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ് ക്യാമറ. ബാക്കിയുള്ളവരുടെ കേസ് എനിക്ക് അറിഞ്ഞില്ല. അതാണ് എനിക്ക് XM5 ഫ്യൂജി ഫിലിമിനെ പറ്റി പറയാനുള്ളത്. ഗൈസ്, ഡെഫിനറ്റ്ലി ഹൈലി റെക്കമെൻഡ്. ഈ ഫിൽറ്റർ ദിസ് തിങ് ഭയങ്കര രസമാണ്. ഞാൻ പറയാം, നമുക്ക് മറ്റേ എഡിറ്റ് അതൊന്നും വേണ്ട, എടുക്കുക, ഏത് ടോൺ വേണം ഇടുക, സെലക്ട് ചെയ്യുക, ഫോട്ടോ എടുക്കുക, ഹാപ്പി അപ്ലോഡ് ചെയ്യുക അപ്പം തന്നെ. എന്താ രസം അറിയുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ശരി.